നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അലയാൻഡ്രോ ബാൽഡയുടെ കാര്യത്തിൽ ടെസ്റ്റിന് സാധ്യത ഇപ്പോൾ അത് വേണം മനസ്സിലാക്കാൻ. കാരണം താരം ബാഴ്സ വിടാൻ പോകുന്നു, അദ്ദേഹത്തെ അതുകൊണ്ടാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അൺസർട്ടൻ ആയതുകൊണ്ട് തന്നെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഫബ്രിസിയോ ഒക്കെ ഇന്നലെ റിപ്പോർട്ടിട്ടിരുന്നു സാധ്യത കുറവാണ് അദ്ദേഹത്തെ അവിടെ നിലനിർത്താൻ എന്നുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പക്ഷേ ഹൻസി ഫ്ലിക്കിൻ്റെ വാക്കുകളിൽ ഒരു ട്വിസ്റ്റിൻ്റെ മണമടിക്കുന്നുണ്ട്. യെസ്, ഹൻസി ഫ്ലിക്ക് ഇപ്പോൾ എൽച്ചയ്ക്കെതിരെയുള്ള FC ബാഴ്സലോണയുടെ വിജയത്തിന് ശേഷം ബാൽഡയെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നു. ബാൽഡയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഇവിടം വിട്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംതിങ് റോങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് അറ്റ് ദിസ് മൊമെൻറ്റ് എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ യു ടു ക്ലിയർ യുവർ മൈൻഡ്. ഞാൻ അതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കളിപ്പിക്കാതിരുന്നത്. സോർട്ട് ഔട്ട് യുവർ തോട്ട്സ്. എന്താ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നാളെ വീണ്ടും സംസാരിക്കാം എന്നാണ് ഞാൻ കളിക്ക് മുമ്പ് ബാൽഡയോട് സംസാരിച്ചത്. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ഹി അഗ്രീഡ് ടു ഇറ്റ് ബിക്കോസ് ദർ ആർ സോ മെനി തിങ്സ് ഗോയിങ് അറൗണ്ട് ഇൻ ഹിസ് ഹെഡ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കളിക്ക് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതാ ഹൻസി ഫ്ലിക്ക് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഹൻസി ഫ്ലിക്ക് ബാൽഡയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതേസമയം ബാൽഡയ്ക്ക് ചില സംശയങ്ങൾ, തനിക്കിവിടെ തുടരേണ്ടതുണ്ടോ, മറ്റൊരു ക്ലബ്ബിലേക്ക് പോകേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷനിലാണ്. അങ്ങനെ കൺഫ്യൂഷനിലൊരു താരത്തെ കളിപ്പിക്കണ്ട എന്ന് കോച്ച് തീരുമാനിച്ചതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുക, ഇടത് പാർശ്വത്തിൽ സാവി എസ്പാട്ടിനെയാണ് കളിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാൽഡയ്ക്ക് സാധ്യത അവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇപ്പോൾ കൺസേലോ ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് സാവി എസ്പാട്ടിനെ കളിപ്പിച്ചതെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും അവിടെ സാധ്യതകൾ ഇനിയും ബാക്കിയുണ്ട്. അതല്ല ഇനി ഫസ്റ്റ് ലെവലിലേക്ക്, നേരിട്ട് പ്ലേയിങ് ലെവലിലേക്ക് സ്ഥാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഒരുപക്ഷെ അവിടെ വിട്ടു പോവേണ്ടിയും വരും. അപ്പോൾ കൺഫ്യൂഷൻസ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹൻസി ഫ്ലിക്ക് അദ്ദേഹത്തെ കൗണ്ട് ചെയ്യാൻ തയ്യാറാണ്. തീരുമാനമെടുക്കേണ്ടത് ബാൽഡയാണ്. ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് റിയാക്ഷൻ ആയിരിക്കും ബാൽഡ നടത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ട്വിസ്റ്റിനുള്ള സാധ്യത തുറന്നിടുകയാണ് ഫ്ലിക്ക് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.